ഇന്ന് ഞങ്ങൾ മുമ്പ് വന്നത് അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യണം, അതായത് വർക്കൗട്ട് ചെയ്യണ സാധ്യത, അതായത് ഇതുണ്ട് ഒരു ഉപകരണം എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം എന്താ സംഭവം. അപ്പോൾ പറയാം നമുക്ക് അല്ലേ. അപ്പോൾ നേരിട്ട് കണ്ടു നോക്കാം. ബാക്കിൽ കണ്ടില്ലേ ഈ സാധനം, ഇത് ഇതാണ് നമ്മുടെ ചെക്കന്. ഇതാണ് ഈ ഈ സൈക്കിളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഈ കാണുന്നത്, ബാക്ക് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, സൈക്കിൾ. ഇത് MTB സൈക്കിളാണ്, MTBൻ്റെ സൈക്കിളാണിത്. ഇതാണ് സാധനം. ഇതാണ് അതായത് അർബൻ ടെറൈൻ 27.5, അതായത് ഇതിൻ്റെ വെയിറ്റ് ഹൈറ്റാണ്. പിന്നെ ഉള്ളത് ഇതിനുള്ള ഗിയറ് 3x7 ആണ്. 3x7 ആണ് വരുന്നത്. അതായത് മുമ്പിൽ 3 ഗിയറും ഞാൻ കാണിച്ചു തരാം. ഇത് മുമ്പത്തെ ഗിയറ്, ഇത് മുമ്പിൽ 3 ഗിയറാണല്ലേ, 1 2 3. തൊട്ടപ്പുറത്തുള്ള വലത് ഭാഗത്തുള്ളതാണ്. തൊട്ടപ്പുറത്തുള്ളത്, അതായത് ഇത് വലത് ഭാഗത്തുള്ളത് എന്താ പറയുക, 7 ഗിയറല്ലേ, 1 2 3 4 5 6 7 ഗിയർ. ബാക്കത്തെ ഗിയർ 7 ഗിയർ എന്ന് പറഞ്ഞല്ലേ, 7 ഗിയർ എന്ന്, അത് ഷിമാനോൻ്റെ ആണ്, ഷിമാനോൻ്റെ ഗിയറാണുള്ളത്. പിന്നെ മുമ്പിലും ഷിമാനോൻ്റെ ആണ് കേട്ടോ വരുന്നത്, മുമ്പിലും ഭാഗത്ത് ഷിമാനോ വരുന്നത്. ഇത് വാങ്ങിയത് അതായത് ഓൺലൈനിലാണ്. ഓൺലൈൻ പറഞ്ഞാൽ ഫ്ലിപ്പിലാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ എത്ര, 11 റുപ്യ, 11-12 റുപ്യേൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണിത്. ഇതുപോലെ പാക്ക് ചെയ്ത കാര്യങ്ങൾ, അതായത് ഇത് ഫുള്ളും അതായത് നമ്മൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടല്ലോ, അതായത് പാർട്സുകളായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ വന്നതിൻ്റെ ശേഷം ഫിറ്റ് ചെയ്താൽ ഈ സാധനങ്ങളൊക്കെ. ഇത് വലിയൊരു ബോക്സ്. അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ പറഞ്ഞാൽ എങ്ങനെ ഫിറ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നോക്കിയിട്ടാണ് ഫുൾ ഫിറ്റ് ചെയ്തത്. പിന്നെ അതിനുള്ള സ്കൂറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തൊക്കെ ഒപ്പിച്ച്, അത് കടയിൽ നിന്നൊക്കെ ഒപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ വന്നിരുതാ ഈ ഹാൻഡിൽ ബാറൊക്കെ ഫുള്ള് പാർട്സ് തന്നെ. ഈ ഗിയറിൻ്റെ ഇതൊക്കെ കറക്റ്റ് ഇതാക്കി വന്നേന്. ഇതൊക്കെ അങ്ങനെ പാർട്സുകൾ വന്നേക്കേനി. അതായത് ഈ ഭാഗമുണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ കറക്റ്റ് വന്നേക്കേനി. കാരണം ഇതാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി പിന്നെ ഉള്ളത് ഇതൊക്കെ ഫുൾ വേറെ പാർട്സായി വന്ന് ഇതൊക്കെ ഫിറ്റ് ചെയ്തെന്ന് നോക്കിയിട്ട്. ഇതിൻ്റെ കൂടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഗിയർ ഇതാകണല്ലേ, ഗിയറിന് ഇതുണ്ടല്ലോ, ഈ സേഫ്റ്റി അതുണ്ട്. അത് കിട്ടിയ തന്നെ വലിയ കാര്യമായിരുന്നു. പിന്നെ ഉള്ളത് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളത്, വെള്ളത്തിൻ്റെ ഈ സാധനം വെക്കാനുള്ളതും അതും ഉണ്ടായിരുന്നു കൂടെ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതായിരുന്നു. സീറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റുള്ള കാര്യങ്ങളൊക്കെ സീറ്റാണല്ലേ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കാര്യങ്ങളാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് അവിടെ ഈ സാധനം ഉണ്ടല്ലേ, നമ്മൾ ഈ സാധനം ഇത് പൊക്കി കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് MTB ആണ്, മൗണ്ടൻ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഏത് റോഡ്, അതായത് ഓഫ് റോഡ് റോഡിങ്ങൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണിത്. പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക്, അതായത് മുമ്പും ബാക്കിലും. ഇത് മുമ്പാകത്തും ഡിസ്ക് ബ്രേക്കാണ്, അതുപോലെ തന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഞാനത് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, വാങ്ങാനുള്ള കാരണം ഒന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി വാങ്ങണമെന്ന്. പിന്നെ ഉപകാരമായി, കാരണം എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയതിന് ശേഷം ഞാൻ ഇതെടുത്താൽ ഫുള്ള് ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോയിരുന്നു. ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളെ ബോഡി ഫിറ്റാവും, അതുപോലെ വയറ് കുറയും, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കുറവാണ്. ഏകദേശം ഞാൻ ഒരു 16 കിലോമീറ്റർ ഡെയിലി ഓടിയിരുന്നു ഇതുവരെ, ഡെയിലി 16 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ. പിന്നെ വൈകുന്നേരം വർക്ക് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഓടും. ഏകദേശം ഓടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വയറും കാര്യങ്ങളും തടിയൊക്കെ കുറയുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ അത് ശീലമാക്കി. പിന്നെ ഇപ്പോൾ അധികം ഇതന്നെ ചെയ്യാറ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ചെയ്യുക, ഫ്ലിപ്പ് തന്നെ സാധനമുണ്ട്, നല്ല ഇതിനായിട്ട് ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. പിന്നെ അതേമാതിരി എന്താ പറയുക, പല ബ്രാൻഡുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്.
അതായത് ഇവിടെ ഉണ്ട് ഈ ഫ്ലിപ്പ്കാർട്ടിലുണ്ട്. ആമസോൺ ഏതാ നിങ്ങളെ ചോയ്സ് അതുപോലെ എടുക്കാം. അപ്പോൾ അത് അതിൽ ബാക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സാധനങ്ങൾ പാർട്സ് ആയിട്ട് വരും. പാർട്സ് വരുന്ന നമുക്ക് ഇനി അതിൽ തന്നെ നോക്കി ഫിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറത്തെ സൈക്കിൾ ഷോപ്പോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്താൽ മതി. സൈക്കിൾ ഞാൻ എന്താ പറയുക പെങ്ങളെ ചെക്കന് കൊടുക്കാൻ പോകണം. പെങ്ങളെ ചെക്കന് കൊടുത്തിട്ടാണ് അവന് ആവശ്യം ഉണ്ടായിരുന്നത്. അവന് എന്താ സ്പോർട്സ് പരമായിട്ടോ കാര്യങ്ങളൊക്കെ വേണ്ടി അവന് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൊടുക്കാനുള്ളവർക്ക് പോവാണ്. ഇനിയിപ്പോൾ അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്താ പറയുക എൻ്റെ അടുത്തേക്ക് ഇനി കിട്ടുക. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വീഡിയോ എടുത്തിട്ടെന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സ്വന്തമായിട്ട് എടുക്കാം. അതിന് സൈക്കിൾ ഷോപ്പിലൊക്കെ പോയി എടുക്കണ്ടെന്നല്ല നിങ്ങളെ ചോയ്സാണ്. എടുക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒക്കെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ എന്താണ് നല്ല കമ്പനി കുറച്ച് വിലക്ക് ഞങ്ങൾ ഓഫർ സമയത്ത് എടുക്കുകയാണ്. അതൊക്കെ ഓഫർ സമയത്ത് എടുത്തുകൊണ്ടാണ് എനിക്ക് അത്ര വില കുറഞ്ഞിട്ടത്. പല റേറ്റിൻ്റെ പലതും ഉണ്ട്.